അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് തുടരെ എന്ന ചിത്രത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ഇനി മറ്റൊരു ചിത്രമാണ് നരിവേട്ട. മലയാള സിനിമയിൽ ഇപ്പം 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് നരിവേട്ട. 2ാം സ്ഥാനത്ത് ഇപ്പോഴും തുടരുക തന്നെ തുടരുന്നു. ഉജ്ജ്വലനാണ് 3ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പടക്കളമാണ് ഇന്ന് 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പ്രിൻസ് 5ാം സ്ഥാനത്തേക്ക് പിന്തുടരുന്ന വാർത്ത നമ്മൾ കാണും. അപ്പോൾ നരിവേട്ടയുടെ ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട കളക്ഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നരിവേട്ട ഇന്നലെ 1,39,00,000 നേടി എന്നാണ് പറയുന്നത്. ഈ പെരുമഴയത്തും 1,39,00,000 എന്ന് പറയുന്ന വമ്പൻ കളക്ഷനിലേക്ക് നരിവേട്ട ഇന്നലെ എത്തി. അങ്ങനെ 4ാമത്തെ ദിവസമായിരുന്നു. 3 ദിവസം കൊണ്ട് ഇത് വേൾഡ് വൈഡായിട്ട് 15 കോടി നേടി എന്ന് ഈ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നുണ്ട്. അത് ട്രാക്കർമാരുടെ റിപ്പോർട്ട് പ്രകാരം അത്ര എത്തിയിട്ടില്ല. ഇത് കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ എത്തിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ 4 ദിവസം കൊണ്ട് ഈ ചിത്രം 15 കോടിക്ക് മുകളിൽ എത്തിക്കാണും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ നിന്ന് ടോട്ടൽ 7,38,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. വേൾഡ് വൈഡായിട്ട് നിർമ്മാതാക്കൾ പറയുന്ന പോലെ 15 കോടിക്ക് മുകളിലേക്ക് എത്തുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണ് നരിവേട്ട എന്ന ടൊവിനോ അനുരാഗ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോയുടെ കരിയറിലെ മികച്ച കഥാപാത്രം എന്ന് അവകാശപ്പെടുന്ന ചിത്രം. അതുപോലെ സുരാജ് വെഞ്ഞാറമ്മൂടും തമിഴ് നടൻ ചേരനുമൊക്കെ നിറഞ്ഞാടിയ ചിത്രം മലയാള പ്രേക്ഷകർക്ക് ഇത് പുതിയ അനുഭവം സൃഷ്ടിക്കുന്നു. മഴ ഇതിനൊരു തടസ്സമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഉരുത്തിരിയുന്ന മഴ വന്നു കഴിഞ്ഞാൽ ചിത്രങ്ങൾക്ക് പൊതുവെ ബാധിക്കും. അതുപോലെ തന്നെ അടുത്ത ആഴ്ച സ്കൂൾ തുറപ്പാണ്. അതൊക്കെ ചിത്രത്തെ ബാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം മികച്ച ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു അല്പം കൂടെ നേരത്തെ റിലീസ് ചെയ്യണം എന്നായിരുന്നു. അത് റിലീസ് ചെയ്യാതിരുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം തുടരെ ഇങ്ങനെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ വരുന്ന ചിത്രങ്ങളെല്ലാം പരാജയപ്പെടുന്നു. അത് തന്നെയായിരുന്നു ഒരു കാരണം. പക്ഷേ ഡേറ്റ് മാറ്റി വെക്കുന്നത് ചിത്രത്തെ സംബന്ധിച്ച് വളരെയധികം നെഗറ്റീവായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മഴയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 1.5 കോടിക്ക് 2 കോടിക്ക് അടുത്തെങ്കിലും കളക്ട് ചെയ്യാവുന്ന ചിത്രമായിരുന്നു ഇന്നലെയും ഈ ചിത്രം. ഞായറും മികച്ച കളക്ഷൻ തീർക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഏതായാലും 50 കോടി ടച്ച് ചെയ്യും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചിത്രമായി നരിവേട്ട മാറിയിരിക്കുന്നു എന്നുള്ളതാണ് 4 ദിവസത്തെ കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അങ്ങനെ എത്രയും പെട്ടെന്ന് നരിവേട്ട 50 കോടി കളക്ട് ചെയ്യട്ടെ, മലയാള സിനിമയ്ക്ക് പുതിയൊരു ഉണർവായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു ചിത്രമായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ നായകനായ ചിത്രം. ഇന്ദ്രനിൽ ഗോപികൃഷ്ണനും രാഹുൽജിയും സംവിധാനം ചെയ്ത ഈ ചിത്രം മികച്ച രീതിയിൽ കളക്ട് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ അറിയുന്നത്. ധ്യാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ തന്നെ മികച്ച കളക്ഷൻ ഈ ചിത്രം നേടിത്തരും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒത്തിരി ചിത്രങ്ങളിൽ ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ചിത്രത്തെപ്പറ്റി സിനിമ എന്ന നിലയിൽ പ്രേക്ഷകർ അഭിപ്രായം പറഞ്ഞ ചിത്രവും ഒരാഴ്ച പിന്നിടുമ്പോഴും ചിത്രങ്ങളിൽ തിയേറ്ററിൽ ഓടാൻ സാധ്യതയുള്ള ചിത്രമായിട്ടും ഡിക്റ്റേറ്റർ ഉജ്ജ്വലൻ എന്ന ധ്യാൻ ശ്രീനിവാസൻ ചിത്രം പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ മികച്ച രീതിയിൽ അഭിപ്രായപ്പെടുന്ന ചിത്രം ഇത് 30 ലക്ഷത്തിന് മുകളിലുള്ള തുക തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം വേൾഡ് വൈഡ് എന്ന് പറയാൻ പറ്റില്ല, റെസ്റ്റ് ഓഫ് ഇന്ത്യയുടെ കളക്ഷൻ ഇത് കൃത്യമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കാണിക്കുന്നത് 2,93,00,000 അപ്പം കേരളത്തിൽ നിന്ന് 2.25 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഇതിൻ്റെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 4 കോടി രൂപയാണ്. അപ്പം ഒരു വിജയ ചിത്രമാകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് പോകുന്നത്. അങ്ങനെ ഇന്ത്യ ഗ്രോഫായിട്ട് ഞാൻ പറഞ്ഞ പോലെ 2,93,00,000 കാണിക്കുന്ന ഈ ചിത്രം വേൾഡ് വൈഡായിട്ട് ഒരുപക്ഷെ 3.5-4 കോടി റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ധ്യാൻ ശ്രീനിവാസൻ്റെ ഡിക്റ്റേറ്റർ ഉജ്ജ്വലൻ എന്ന് പറയുന്ന ചിത്രം മികച്ച രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. മറ്റൊരു ചിത്രമായിരുന്നു ആസാദി എന്ന് പറയുന്ന ചിത്രം. നമ്മുടെ ശ്രീനാഥ് ബാസി നായകനായിട്ട് വന്ന് വാണി വിശ്വനാഥ്, ലാല് എന്നീ മികച്ച കഥാപാത്രങ്ങളിലൂടെ നിറഞ്ഞാടിയ ചിത്രം ആസാദി എന്ന ചിത്രം പ്രേക്ഷക അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും ഈ ചിത്രം
കളക്ഷൻ്റെ കാര്യത്തിൽ ആ പ്രേക്ഷക അഭിപ്രായത്തിനെ മാനിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ ഇതിന് വരുന്നില്ല എന്ന് മനസ്സിലാക്കാം. ആസാദി കളക്ട് ചെയ്തിരിക്കുന്നത് വെറും 45 ലക്ഷം രൂപ മാത്രമാണ് 4 ദിവസം കൊണ്ട്. അപ്പം 1 കോടിയിലേക്ക് ഈ ചിത്രം എത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. അങ്ങനെ ശ്രീനാഥ് പാസി നായകനായി എത്തിയ ഈ ചിത്രവും തിയേറ്ററിൽ എന്ത് അത്ഭുതം സൃഷ്ടിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം കൂടുതൽ ചിത്രങ്ങൾ തിയേറ്ററിൽ വന്നതും അതുപോലെ മഴയുടെ പ്രശ്നവും ഈ ചിത്രത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ കരുതുന്നു. അങ്ങനെ ഈ 3 ചിത്രങ്ങൾ മഴക്കാലത്ത് തിയേറ്ററിൽ നിറഞ്ഞോടട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാനെത്താം. പുതിയ ചിത്രങ്ങൾ ഇനിയുമുണ്ട്, അതുപോലെ പ്രിൻസുണ്ട്, പടക്കളമുണ്ട്, അതുപോലെ ബഫൂക്ക, ആലപ്പുഴ ജിങ്കാന, മരണമാസ് എന്നിവരുടെയും കൃത്യമായിട്ടുള്ള കണക്കുകളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.